സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞങ്ങൾ എല്ലാവരും പാടെ ഒന്ന് സൈഡ് ഷൂട്ടിന് വേണ്ടിയിട്ട് പോയതാണ്. ബാക്കത്തെ കാറുകാരെ സമ്മതിക്കൂല. കാക്ക പോയിക്കോളി. ആ ഞാൻ പറഞ്ഞു വന്ന സംഭവം, ഞങ്ങൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് വരികയാണ്. എടുത്തുണ്ടോ ബാഗ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതേനെ. അപ്പോൾ അശ്മിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റില്ല, കാരണം ഫോണിൽ ചാർജ് ഇല്ല. ഇപ്പോൾ കുറച്ച് ചാർജ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് ഇനി നേരെ പോണത് ഇപ്പം വരെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചെമ്മാട് പോകാണ്ട്. പിന്നെ എൻ്റെ ഫോണൊന്ന് നന്നാക്കി കൊടുക്കണം, അതൊക്കെ പിക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും കുറച്ച് പരിപാടിയിലാണ്. ശരിക്കും പറഞ്ഞാൽ മഴ കൊള്ളാനും വെയ്യ, വെയിൽ കൊള്ളാനും വെയ്യ. ആ ഒരു അവസ്ഥയാണ്. എമ്പാരി വെയില, വെയിലും വെയിൽ ചൂടുണ്ടറാ കിട്ടില്ല വെയിൽ. ഞങ്ങളൊരു ഷൂട്ടിന് പോയിട്ട് വെയിലോട്ടിട്ട് ടയർഡായി. 8 വീഡിയോ എടുക്കാൻ പോയിട്ട് ആകെ 4 കിട്ടിയിട്ടുള്ളൂ. അതിന് മുന്നേ ബാക്കി നാളെ നോക്കണം. എന്തായാലും ഈ വെക്കേഷനിൽ കുറച്ച് വീഡിയോ കയറ്റാനുണ്ട്. അത് പരിപാടിയിലാണ് ഗൈസ്. ഞാൻ ഉമ്മാൻ്റെ അവിടെ പോയിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് തിരിച്ചു വന്നു. എന്തെങ്കിലും ചെക്കന്മാർക്ക് എന്തെങ്കിലും ഡ്രിങ്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാമായിരുന്നു. വാങ്ങണം, ഭയങ്കര ചൂടല്ലേ. എന്തായാലും ഡ്രിങ്ക് വാങ്ങണം. കുറേ സാധനം ഉണ്ട്, ഏതെങ്കിലും ഒന്ന് വാങ്ങണം. ഞാൻ ഇന്നാൾ ഇവിടുന്ന് ഒരു സാധനം കുടിച്ചിട്ട് ഒരുമാതിരി എന്താ ഇഞ്ചി അയക്കാണ്ട് ഇഞ്ചൊന്നും എരിയും അവിടെ. പിന്നെ ഞാൻ ഈ സാധനമായിട്ട് കുടിച്ചു, ഒരുമാതിരി സോയ എന്നിട്ട് ഹോർലിക്സ് കുടിക്കാം. ഹോർലിക്സ് മിൽക്ക് ഷേക്ക് അത് മതി തൽക്കാലം അത് വരും. ഞാനും അശ്മിലും പാടി ഒന്ന് ചെമ്മാട് വരെ പോവാണ്. എനിക്ക് കുറച്ച് സാധനങ്ങൾ നോക്കണ്ട്. ഓ ഇതാണ് സാധനം. ഓ ഇത് കൊണ്ടു കൊടുക്കാൻ പോകണം. എവിടേക്കാണ്? നേരെ പോട്ടെ. ആ അപ്പം പോട്ടെ, എന്തായാലും പരിപാടി വിട്ടോ നോക്കാം. ഇങ്ങനെ നമ്മൾ സാധനം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എവിടെ അത് കറക്റ്റ് പ്ലേസ് എനിക്കറിയില്ല, ചെമ്മാട് എവിടെ ആണ്. സോ ഇനി ഇത് കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി കൊടുത്തിട്ട് ഇവിടുത്തെ പരിപാടി നടക്കേണ്ടതുണ്ട്. കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ ചെമ്മാട് പോയി ഞങ്ങൾ തിരിച്ച് കൂട്ടുമുച്ചിലേക്ക് തന്നെ എത്തി ഗൈസ്. അശ്മിലിൻ്റെ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ അടിക്കാൻ പോയിക്കണേ. അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ പോകണം. ഫുഡ് കഴിക്കണം. ഭയങ്കര വിശപ്പ്. രാവിലെ ഇറങ്ങിയതാ. ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി ഇങ്ങോട്ട് തന്നെ വരണം. കുറച്ച് ചില്ലറ പരിപാടികളും പാടിയുണ്ട്. പാടി തീർത്തിട്ട് വേണം പോകാൻ. എന്തായാലും എണ്ണ അടിച്ചിട്ടൊന്ന് നാട്ടിലെത്തി ഫുഡ് കഴിക്കാൻ പോട്ടെ. അതാണ് മെയിൻ. ഭക്ഷണം ഈസ് വെരി ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബിരിയാണി ഫുഡ് നൈസായി കൈ കഴുകി ഫുഡ് കഴിക്കണം. ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് കുറേ എന്ന് പറഞ്ഞാൽ കുറേ. ഞാൻ പോണതിൻ്റെ ഒക്കെ മുന്നേ കഴിച്ചോ. ഇനി കഴിക്കാം, സെറ്റാക്കട്ടെ. ഇത് ബിരിയാണി ഇല്ലടാ, അടിപൊളി, നല്ല ടേസ്റ്റാണ് ഈ സാധനം. പ്രത്യേകിച്ച് ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. ഓ നല്ല ഫുഡ് ദമ്മാക്കിയില്ല, പക്ഷേ ഫുഡ് എനിക്ക് ആവശ്യത്തിന് വയറ് നിറഞ്ഞു. അത് മതി, നമുക്ക് നിറഞ്ഞാൽ മതിയല്ലോ, വെറുതെ ദമ്മാക്കണ്ടല്ലോ. ഒരു 10 HM കാർ വാങ്ങണ്ടേ എനിക്ക് ഹോൾസെയിലിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വാങ്ങാമെന്നാ. ഇത് വാങ്ങിയിട്ട് വേണം ഞാൻ ഒരുത്തന്നെ പിക്ക് ചെയ്യാണ്ട്. പിക്ക് ചെയ്തിട്ട് ഇവിടെ ഇറക്കി കൊടുത്തിട്ട് എനിക്ക് പോകണം. എനിക്ക് അവിടെ സാധനം ഡെലിവറി ചെയ്യാനുണ്ട്. ടൈം ഓവറായി ലേറ്റായ പ്രശ്നമാണ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ കവറൊക്കെ വാങ്ങി അവനെ പിക്ക് ചെയ്ത് ഇവിടെ ഇറക്കി കൊടുത്തു. ഇനി നേരെ പോകണം അബ്ദുവിൻ്റെ വീട്ടിലേക്ക്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, കുറച്ചൊരു ചാർജ് കുത്തിരണം ഗൈസ്. അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ അബ്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇനി കുറച്ച് പാക്കിങ്സും കാര്യങ്ങളും ചെയ്യാണ്ടറിയില്ലത്. ഇവിടെ ഈ മാറ്റിച്ച ഈ സാധനങ്ങളാണ് പാക്ക് ചെയ്യാനുള്ളത്. ഇതൊക്കെ ഒന്നാ അലങ്കോലേക്ക് എടുക്കുകയാണ്. ഞങ്ങളിപ്പോൾ എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡീലിങ്സിന് എന്തോ വേണ്ടിയിട്ട് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ റെഡിയാക്കാൻ നേരം കിട്ടിയില്ല, അലങ്കോലായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ മൊത്തം റെഡിയാക്കണം. കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ട്. ഇതൊക്കെ ഇത് പാക്ക് ചെയ്യാണ്ട്. ഒന്ന് മഹാരാഷ്ട്ര, ഒന്ന് വേറെ, ഒന്ന് കേരളത്തിലാണ്, ഒന്ന് പുറത്തേക്കാണ്. അപ്പോൾ അത് രണ്ടാണ് ചെയ്യാനുള്ളത്. എന്തായാലും അതൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കാണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വരും, ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ 2 സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു 10 പീസ്, ഇതൊരു 10 പീസ്, പിന്നെ ഇതൊരു 2 റീറ്റെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും സെറ്റ് ചെയ്തിരിക്കണം. ഇനി 2 പേര് ചെയ്ത് അഡ്രസ്സ് ചെയ്ത കാര്യങ്ങൾ, അഡ്രസ്സ് ഫോർമാറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. പിന്നെ ഒന്നും പാടി റാപ്പ് ചെയ്യുക, നേരെ ഡെലിവറി ചെയ്യുക. അതിൻ്റെ പരിപാടി. അങ്ങനെ മൊത്തം പാക്കിംഗ് പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യട്ടെ. ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കോളൊക്കെ ചെയ്തു, പക്ഷേ വർക്കായില്ല. അടുത്ത നോക്കാം. അവനക്ക് വേണ്ട സാധനം നമ്മളെ കയ്യിലില്ല. അവനക്ക് ജേഴ്സീസ് വേണമായിരുന്നു. ജേഴ്സി നമ്മളെ സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ നീ അത് ഇറക്കിയിട്ട് അവനക്ക് ചെയ്യണം ഗായ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും ഡെലിവറി ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ഇതേ ചേച്ചി ഉണ്ട് അവിടെ ഡെലിവറി കിട്ടുഞ്ഞ്. ഫോണിൽ ചാർജ് കുറവാണ്. ഞങ്ങൾ അയക്കാൻ പോയ ഒരു ഡെലിവറി, ഒരു മഹാരാഷ്ട്രക്കുള്ള സാധനം, അതിൻ്റെ ഡെലിവറി ചാർജ് കുറച്ച് കൂടുതലായിട്ട് അവൻ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഒരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പീസസ് കൂടുതലെടുക്കാം. പീസസ് കൂടുതലെടുത്തിട്ട് എയർ കാർഗോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റേറ്റ് കുറച്ചും പാടി കുറഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ റേറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലൊക്കെ പീസസ് കുറച്ച് കൂടുതലെടുക്കുമ്പോൾ എയർ കാർഗോയിലൊക്കെ റേറ്റ് കുറവാണ്. അന്വേഷിച്ചിട്ട് ചെയ്താൽ ഉപകാരപ്പെടും. അങ്ങനെ ഇന്നത്തെ ഡെലിവറി പരിപാടികളെല്ലാം കഴിഞ്ഞ്
ഫുള്ള് സെറ്റായി. പക്ഷെ ആകെ ഒരു പരിപാടി ഫ്ലോപ്പായത്, നമുക്ക് ടൈം കിട്ടാത്തൊരു കാര്യം, ഫോട്ടോ എടുക്കാൻ ടൈം കിട്ടിയില്ല. ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു. കഴിഞ്ഞപ്പോൾ നാളെ രാവിലെ വന്നിട്ട് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ്. എല്ലാ പരിപാടിക്കും ശേഷം ഒരു ചായക്കട വന്നൊരു ചായ കുടിക്കാറുണ്ട്. അതിൻ്റെ സുഖം വേറെ തന്നെ അല്ലേ. 2 ചായയും 2 കടിയും, ഒരു ചായ 1 കടിയും. ഗൈസ് അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ അശ്മിൻ്റെ കടയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, അവനവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഫോൺ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഇത് ഓപ്പൺ ആവുന്ന സ്ഥിതിയാണ്. കുഴപ്പമില്ല, ഇപ്പോൾ വർക്കിങ് കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും 2 ഫോണിൻ്റെ ആവശ്യം ഉണ്ടേനി ഇപ്പോൾ. അപ്പോൾ അത് നടക്കും. അപ്പോൾ 2 ഫോണും പാടി ഉണ്ടാകുന്നത് എനിക്ക് ഉപകാരമാണ്. പക്ഷേ ഞാൻ ഇത് വെച്ചുകൊണ്ടിരിക്കോ കൊടുക്കോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ പോലെ ഇരിക്കും. എന്തായാലും കുറച്ച് ദിവസം എൻ്റെ കൈമേലുണ്ടാവും. ബാക്കി അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.